ഹലോ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ EVSലെ 2ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്, അതായത് ജന്തു ലോകത്തേക്ക്. ഈ ഒരു വീഡിയോയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷിലും ആൻസർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മലയാളത്തിൽ. ഇപ്പം മക്കൾക്ക് ഏത് മീഡിയം ആണെന്ന് വെച്ചാൽ അതുപോലെ ആൻസർ ചെയ്യാം. ഈ ഒരു പേജ് തുടങ്ങുന്നത് തന്നെ ഇതാ ഒരു വീടുണ്ട്, ഒരു കുട്ടിയുണ്ട്, കുട്ടിയുടെ കയ്യിൽ എന്തുണ്ട്? ഒരു പൂച്ചക്കുഞ്ഞുണ്ട് അല്ലേ. പിന്നെയോ മുറ്റത്ത് വളർത്തുന്ന കുറച്ച് മൃഗങ്ങളുണ്ട്. ആടുണ്ട്, പശുണ്ട്, നായുണ്ട്, കോഴിയുണ്ട് അല്ലേ. കുറച്ച് പക്ഷികളുണ്ട്, പൂക്കളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് താഴെ എന്താ എഴുതിയിട്ടുള്ളത് നോക്കാം. വാവ്, ഓൾ ഓഫ് യു ഹാവ് കം ഏർലി ടുഡേ, വെരി ഗുഡ്. ആഹാ, ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ. സീയിങ് ഹെർ ഫ്രണ്ട്സ്, മിത്ര കെയിം ഔട്ട് ഓഫ് ഹെർ ഹൗസ്. കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തേക്ക് ഇറങ്ങി. ചിൽഡ്രൻ, യു ഹാവ് സീൻ ദ സറൗണ്ടിങ്സ് ഓഫ് മിത്രാസ് ഹൗസ്. മിത്രയുടെ വീട്ടുപരിസരം നിങ്ങൾ കണ്ടല്ലോ. വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ. ഏതെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. എമംഗ് ദീസ് വിച്ച് ക്രിയേച്ചേഴ്സ് ഡു മിത്രാസ് റേസ്. ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും? കാറ്റ്, ഡോഗ്, ഹെൻ, ഗോട്ട്, റൂസ്റ്റർ, ചിക്സ്, കൗ അല്ലേ. അതൊക്കെ ആയിരിക്കും. ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? വിച്ച് ക്രിയേച്ചേഴ്സ് ഡു ഹ്യൂമൻ റേസ് ആസ് പെറ്റ്സ്. ഏതൊക്കെയാണ്? കൗ, പശു, ഗോട്ട്, ഹെന്ന്, റൂസ്റ്റർ, ഹോഴ്സ്, റാബിറ്റ്, ഡോഗ്, ഫിഷ്, പിജിയോൺ, പാരറ്റ് അല്ലേ. ഇതുപോലെ മക്കൾ ഇനിയുണ്ടെങ്കിൽ കണ്ടെത്തി എഴുതുക കേട്ടോ. അടുത്തത്, വൈ ഡു വി റേസ് ആനിമൽസ്. എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്? ഫോർ ഫുഡ്, ആഹാരത്തിന്. ഫോർ സെക്യൂരിറ്റി, സുരക്ഷയ്ക്ക്. പിന്നെയോ ഫോർ എൻ്റർടൈൻമെൻറ്റ്, ഫോർ ഇൻകം അല്ലേ, വരുമാനത്തിന്. അതുപോലെ തന്നെ വിനോദത്തിനും. ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് ആനിമൽസ് ബെനിഫിറ്റ് us? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. അതായത് നമുക്ക് വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിൽ ആനിമൽസ് അഥവാ ജീവികളുണ്ട്, രണ്ടാമത്തെ ബോക്സിൽ ബെനിഫിറ്റ്സ് അഥവാ പ്രയോജനങ്ങൾ. അപ്പോൾ ഇവിടെ ആട്, കോഴി കൊടുത്തിട്ടുണ്ട് അല്ലേ, ഗോട്ട്, ഹെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് അടുത്ത ബോക്സിൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്കും ഉള്ളത് എഴുതിയിട്ടുണ്ട്. ഗോട്ട് ഫോർ മിൽക്ക്, ഫോർ മീറ്റ്, ഭക്ഷണത്തിന് ഇറച്ചിക്കും പാലിനുമാണ് ആടിനെ നമ്മൾ വളർത്തുന്നത്. അതുപോലെ കോഴിയെ വളർത്തുന്നത് മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയിട്ടാണ് അല്ലേ, ഫോർ മീറ്റ്, ഫോർ എഗ്. പിന്നെയോ കൗനെ വളർത്തുന്നത് ഫോർ മിൽക്ക് പാലിന്, ഫോർ മീറ്റ് ഇറച്ചിക്ക്, ഫോർ അഗ്രികൾച്ചർ പർപ്പസസ് കൃഷി ആവശ്യത്തിന്. പിന്നെ ഹോഴ്സ് കുതിരനെ വളർത്തുന്നത് ഫോർ ട്രാവൽ പർപ്പസസ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ. പിന്നെയോ ഡക്ക് താറാവിനെ വളർത്തുന്നതോ ഫോർ മീറ്റ് മാംസത്തിന് ഇറച്ചിക്ക് തന്നെ, അതുപോലെ തന്നെ മുട്ട എഗ്ഗിന് വേണ്ടിയിട്ടുമാണ്. പിന്നെ മത്സ്യത്തിന് ഫിഷിനെ വളർത്തുന്നത് ഫോർ മീറ്റ് ആൻഡ് ഫോർ പ്ലഷർ അല്ലേ, അതൊരു ആനന്ദത്തിന് വേണ്ടിയിട്ടും പിന്നെ മാംസത്തിന് വേണ്ടിയിട്ടുമാണ്. എന്താണ്? വി റേസ് ആനിമൽസ് ഫോർ വേരിയസ് പർപ്പസസ്. വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നു. മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഓഫ് സം ആനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. ചില ജീവികളുടെ പാല്, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. വി കീപ് സം അതർ ആനിമൽസ് ഫോർ പ്ലഷർ. കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളും ഉണ്ട്. അടുത്തത് എന്താണ്? എത്ര ജീവികൾ. മെനി ക്രിയേച്ചേഴ്സ്. ഹൗ മെനി ക്രിയേച്ചേഴ്സ് വുഡ് യു ഐഡൻറ്റിഫൈ ഫ്രം ദ പിക്ചേഴ്സ്? റൈറ്റ് ഡൗൺ ദെയർ നെയിം. ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്ന് എഴുതി നോക്കാം. ഒന്നാമത്തത് ആരാണ്? പല്ലിയാണ് അല്ലേ, ലിസാർഡ്. രണ്ടാമത്തത് ഒച്ചാണ്, സ്നെയിൽ. പിന്നെയോ ഉറുമ്പാണ് അല്ലേ, ഉറുമ്പിന് എന്താ പറയുക? ആൻഡ്. പിന്നെ അടുത്തത് കൂപ്പർ പോട്ട്, ചെമ്പോത്ത് അല്ലേ. പിന്നെയോ സെൻറ്റിപേഡ്, അതായത് 1000 കാലി എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ വവ്വാൽ, അതിനെന്ത് പറയും? ബാറ്റ്. അടുത്തത് മോങ്കൂസ് അഥവാ കീരി. പിന്നെ മില്ലിപ്പേഡ് അഥവാ തേരട്ട. അപ്പോൾ മക്കളുടെ നാട്ടിൽ ചിലപ്പോൾ പേരുകൾക്കൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ, അതിനനുസരിച്ച് എഴുതിയാൽ മതി. ഇംഗ്ലീഷ് നെയിം ഒരേപോലെ തന്നെയായിരിക്കും. ഇവിടെ മക്കൾക്ക് പെട്ടെന്ന് അർത്ഥം മനസ്സിലാവാൻ മലയാളത്തിൽ തന്നെ വായിക്കാം. ക്വസ്റ്റ്യൻ ആൻസർ ഉള്ള ഭാഗത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കാം കേട്ടോ.
ഇവ നമ്മുടെ വീട്ടിലും പരിസരത്തുമായി ജീവിക്കുന്നവയാണല്ലോ. ഇവയിൽ വളർത്തുജീവികളുണ്ടോ? നമ്മളിപ്പോൾ ചിത്രത്തിൽ കണ്ടവയിൽ വളർത്തുജീവികളുണ്ടോ? ഇല്ല അല്ലേ? വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി പരിസര പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഏതൊക്കെയാണ്? ഹെൻ, കൗ, ഗോട്ട്, ഗ്രാസ് ഹോപ്പേഴ്സ്, ആൻഡ്, ബട്ടർഫ്ലൈ, ഹണി ബി, സ്നേക്ക്, ഫ്രോഗ്, ക്രോ, സ്ക്യുരൽ, പാരറ്റ്, സ്നെയിൽ, വേംസ് തുടങ്ങിയവ. നെക്സ്റ്റ്, ഇത്തിരി കുഞ്ഞന്മാരും വമ്പന്മാരും. മിത്രയും കൂട്ടരും ജീവികളുടെ പേര് പറഞ്ഞ് കളിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുക? തമ്മിൽ മത്സരമായി. പുൽച്ചാടി, മിന്നാമിനുങ്ങ്, ഓന്ത്, വണ്ട്, പശു പറഞ്ഞ ജീവികളുടെ ചിത്രം വരയ്ക്കാനും അവർ മറന്നില്ല. അവർ ഓരോരുത്തരും പറയുന്ന ജീവികളുടെ പേര് ചിത്രങ്ങൾ അവർ വരയ്ക്കുകയാണ്. മിത്ര വരച്ച ജീവികളുടെ ചിത്രങ്ങൾ കണ്ടല്ലോ. ഇതെല്ലാം മിത്ര വരച്ചതാണ്. നമുക്കും ഇതുപോലെ കളിച്ചാലോ? പേര് പറയാതെ ജീവികളുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കൂ. കൂട്ടുകാർ ജീവിയെ തിരിച്ചറിയട്ടെ. കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തി ചിത്രം വരച്ച് നിറം നൽകൂ. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരുപാട് ജീവികളെ കണ്ടെത്തുമല്ലോ. എന്നിട്ട് നിങ്ങളുടെ പട്ടികയിലെ ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ഏറ്റവും വലുതോ? ചെറിയതിനും വലിയതിനും കണ്ടുപിടിക്കണം. പട്ടികയിലെ ജീവികളെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചെഴുതൂ. ഏതാണ് വലുത്, അതിൻ്റെ ചെറുത് അങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചുറ്റുപാടുമുള്ള ചെറു ജീവികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വിദ്യാലയ പരിസരത്തുണ്ടാവില്ലേ അനേകം ജീവികൾ? ഇവയ്ക്കെല്ലാം ഒരേ വലിപ്പമാണോ? നമുക്ക് കൂട്ടായി നിരീക്ഷിച്ചാലോ? നിരീക്ഷണത്തിന് ഹാൻഡ് ലെൻസ് കൂടി ഉപയോഗപ്പെടുത്തണേ. അതാ കുട്ടീൻ്റെ കയ്യിലുള്ള ലെൻസില്ല, അതുപോലുള്ള ലെൻസ് കൂടെ നോക്കുമ്പോൾ ചെറിയ ജീവികളെ വലുതാക്കി കാണാൻ പറ്റും. എവിടെയെല്ലാം നിരീക്ഷിക്കാം? എവിടെയൊക്കെ നോക്കാം? മണ്ണിൽ നോക്കാം, ചെടികളിൽ നോക്കാം, പിന്നെയോ കുളത്തിൻ്റെ അടുത്ത് നോക്കാം, പിന്നെ പാടത്തും വയലിലും നോക്കാം, മരത്തിൻ്റെ മുകളിൽ നോക്കാം. കണ്ടെത്തിയ ചെറുജീവികളുടെ പേരുകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. നെക്സ്റ്റ്, വിരൽ ചിത്രങ്ങൾ, അതായത് ഫിംഗർ ഡ്രോയിങ്സ്. നമ്മുടെ വിരലുകൾ കൊണ്ട് നമ്മൾ അച്ചടിക്കും പോലെ വരയ്ക്കുന്നതാണ്. മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇതുപോലെ കൂടുതൽ ജീവികളുടെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ സവിശേഷതകളിലെ വൈവിധ്യം, അതായത് താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവിയുടേതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ ആനിമൽസ് ബൈ ഒബ്സർവിങ് ദ ബോഡി പാർട്സ് ഇൻ ദ പിക്ചർ. ഒന്നാമത്തെ കാല് കണ്ടാൽ അറിയാലോ ആരുതാണ്? ആന, എലിഫന്റ്. പിന്നെയോ അടുത്തത് ആരുടെയാണ്? തൂവൽ കണ്ടിട്ട് പീകോക്ക്, മയിലാണ്. അടുത്ത ആളാരാണ്? സീബ്ര. പിന്നെ അടുത്തത് കോഴിയുടെ കാലാണ്, ഹെൻ. ഏതെല്ലാം വിധത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഹൗ ഡു ദിസ് ആനിമൽസ് ഡിഫർ? ഏതാണ്? കളറുണ്ട്, നിറത്തിലുണ്ട്, സ്പോട്സ് എന്ന് പറഞ്ഞാൽ പുള്ളികളിലുണ്ട്, പിന്നെ ഷേപ്പ്, സൈസ്, വലിപ്പത്തിലും ആകൃതിയിലും. അടുത്തത്, നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? ഉണ്ട്. കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ ഏതൊക്കെയാണ്? അതുപോലെ പുള്ളികൾ കണ്ടാലോ? ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നു. അപ്പോൾ നമുക്ക് നിറം കൊണ്ടും കൊമ്പ് കൊണ്ടും പുള്ളികൾ കൊണ്ടും തിരിച്ചറിയാൻ പറ്റുന്ന ജീവികളുടെ ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അതിലേക്ക് മക്കളും കൂട്ടിച്ചേർക്കണേ. കളറ് കണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ജീവികളാണ് എലിഫന്റ്, പാരറ്റ്, ക്രോ, സീബ്ര എന്നിവ. കൊമ്പ് കണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ജീവികളാണ് എലിഫന്റ്, കൗ, ഗോട്ട് എന്നിവ. ഇനി കുത്തുകൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ജീവികളാണ് പീകോക്ക്, ഹെന്ന്, സീബ്ര തുടങ്ങിയവ. അടുത്ത ഭാഗം എന്താണ്? സീ ക്രിയേച്ചേഴ്സ്, കടലിലെ ജീവികളാണ്. പലതരം മീനുകൾ കടലിലുണ്ടെന്ന് അറിയാമല്ലോ. മീനുകളുടെ മാത്രമല്ല മറ്റനേകം ജീവികളുടെയും വാസസ്ഥലമാണ് കടൽ. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ എവിടെയുണ്ട്? കടലിലുണ്ട്. ഏതെല്ലാം കടൽ ജീവികളെ നിങ്ങൾക്കറിയാം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചില കടൽ ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഒന്നാമത്തത് ഏതാണ്? കടൽ കുതിര, സീ ഹോഴ്സ്. രണ്ടാമത്തത് കടൽ മുള്ളൻ പന്നി, അടുത്തതോ കടൽ വെള്ളരി. അടുത്തത്
കടൽ പശു. ഇത്തരം പേരുകൾ ഈ കടൽ ജീവികൾക്ക് ലഭിക്കാൻ കാരണം എന്തായിരിക്കും? കടലിലുള്ള ജീവികളായതുകൊണ്ടാണല്ലേ കടൽ എന്നുള്ള കൂട്ടി പേര് വന്നിട്ടുള്ളത്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഏത്? നീലത്തിമിംഗലം. അതെവിടെയാണ് ജീവിക്കുന്നത്? കടലിലാണ് അല്ലേ. ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം. അപ്പോൾ കടലിലെ ഏറ്റവും വലിയ ജീവി അല്ലേ, ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവി എവിടെയാണുള്ളത്? കടലിലാണുള്ളത്. ആരാണ്? നീലത്തിമിംഗലമാണ് അല്ലേ, അതായത് ബ്ലൂ വെയിൽ. നെക്സ്റ്റ്, പലവിധം അങ്ങനെ സഞ്ചാരം. ഏതെല്ലാം ജീവികളുടെ രൂപങ്ങളാണ് ചിത്രത്തിലുള്ളത്? ഏതെല്ലാം ജീവികളുടേതാണ്? ആദ്യത്തേതൊരു ക്രെയിനാണ്, അടുത്തത് ഫ്രോഗ്, അടുത്തത് സ്നേക്ക്, അടുത്തതോ ഒരു ഫിഷിൻ്റെതാണ് അല്ലേ. അപ്പോൾ മക്കളോടും കടലാസ് മടക്കി ഇവ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രൂപങ്ങൾ ചലിപ്പിച്ച് അവയുടെ സഞ്ചാരവും അവതരിപ്പിക്കൂ. അപ്പോൾ ക്ലാസ്സിൽ ചെയ്യണേ. എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? അല്ല അല്ലേ. സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്തൂ. വാക്കിംഗ് ക്രിയേച്ചേഴ്സ്, നടക്കുന്നവ കാറ്റ്, ഡോഗ്, എലിഫൻറ്റ്, ജിറാഫ് തുടങ്ങിയവ കേട്ടോ. മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അടുത്തത് ക്രോളിംഗ് ക്രിയേച്ചേഴ്സ്, ഇഴയുന്നവ. സ്നെയില്, എർത്ത്-വോം, മില്ലിപെഡ് തുടങ്ങിയവ എഴുതാം. അടുത്തത് ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ് അഥവാ പറക്കുന്നവ, ക്രോ, ക്രെയിൻ, പാരറ്റ്, ഡോവ് മുതലായവ. അടുത്തത് സ്വിമ്മിംഗ് ക്രിയേച്ചേഴ്സ് ആണ്, നീന്തുന്നവ, ക്രൊക്കോഡിൽ, ഷാർക്ക്, ക്രാബ് തുടങ്ങിയവ. നെക്സ്റ്റ് എന്താണ്? മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ? നമ്മളിതിപ്പോൾ എഴുതിയതുപോലെ അല്ലാതെ തവള, പുൽച്ചാടി തുടങ്ങിയ ജീവികളുടെ സഞ്ചാര രീതി എങ്ങനെയാണ്? ചാടിച്ചാടിയാണ് അല്ലേ. ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും അവർ നടക്കുന്നത് അല്ലേ, അവർ സഞ്ചരിക്കുന്ന രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് താഴെ ഒന്ന് എഴുതി നോക്കാം. ക്രിയേച്ചേഴ്സ്, ബോഡി ഫീച്ചേഴ്സ്, മൂവ്മെൻറ്റ്. ജീവി, ശരീരത്തിൻ്റെ സവിശേഷത, സഞ്ചാര രീതി, അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്നേക്ക്, ഇറ്റ് ഹാസ് നോ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്. ക്രോളാണ് ചെയ്യുന്നത് അല്ലേ, കൈകളും കാലുകളും ഇല്ല, ഇഴയുകയാണ് ചെയ്യുന്നത്. ഇനി ബേർഡ്, ഇറ്റ് ഹാസ് വിങ്സ് ടു ഫ്ലൈ, ഷാർപ്പ് ബീക്ക് ആൻഡ് നെയിൽസ്. എന്തൊക്കെ ചെയ്യും? ഫ്ലൈ, വാക്ക്. അതായത് പക്ഷി, പറക്കാൻ ചിറകുകളുണ്ട്, കൂർത്ത കൊക്കും നഖങ്ങളും, പറക്കുകയും നടക്കുകയും ചെയ്യും. അവസാനം ആരാണ്? ഫിഷ് അല്ലേ. ഫിഷ് ഫ്ലാറ്റ് ബോഡിയാണ്. എന്താണ് ചെയ്യാൻ കഴിയുക? സഞ്ചാര രീതി എങ്ങനെയാണ്? സ്വിമ്മാണ് അല്ലേ, അതായത് പരന്ന ശരീരമാണ്. എന്താണ് സഞ്ചാര രീതി എങ്ങനെയാണ്? നീന്തുകയാണ് അല്ലേ. അടുത്തതായിട്ട് താറാവിൻ്റെ സഞ്ചാര രീതി നിരീക്ഷിക്കൂ. ഇത്തരത്തിൽ ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമ്മൾ തയ്യാറാക്കിയ പട്ടികയിലുണ്ടോ? താറാവ് എങ്ങനെയാണ്? വെള്ളത്തിലും കരയിലും അല്ലേ, നീന്തുകയും ചെയ്യും, നടക്കുകയും ചെയ്യും. ഇതുപോലെ ഒന്നിലധികം സഞ്ചാര രീതികളുള്ളതാണ് ഏത്? ഫ്രോഗ്, തവള, അതുപോലെ തന്നെ പക്ഷികൾ അല്ലേ, ബേർഡ്സ് ആണെങ്കിൽ നടക്കാനും പറ്റും, പറക്കാനും പറ്റും. തവളയാണെങ്കിലോ ചാടുകയും ചെയ്യും, വെള്ളത്തിൽ നീന്തുകയും ചെയ്യും അല്ലേ. ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണ് ഉള്ളത്. അടുത്തത് ആഹാരവും പലവിധം. ഉറുമ്പുകളും ചെറു പ്രാണികളുമാണ് എൻ്റെ ഇഷ്ടഭക്ഷണം അല്ലേ. ഒരു ജീവി പറയാണ്. അടുത്ത ആളെന്താ പറയുന്നത്? പൂമ്പാറ്റ, പൂക്കളിലെ മധുരമൂറുന്ന തേനാണ് എനിക്കിഷ്ടം. തൊഴുകൈകൻ പ്രാണിയും പൂമ്പാറ്റയും പറയുന്നത് വായിച്ചല്ലോ. ഇതുപോലെ മറ്റു ജീവികളുടെ ആഹാരമേതെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് ജീവികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ബാക്കി കുറച്ചും കൂടെ മക്കൾ കണ്ടെത്തുക കേട്ടോ. അപ്പോൾ ഇതിലുള്ളത് കുറച്ച് കൊടുക്കാം. പശുവിൻ്റെ ആഹാരം അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം കേട്ടോ. മക്കൾ നോക്കി എഴുതണേ. ഒന്നാമത്തത് പശു കഴിക്കുന്നത്, കൗ കഴിക്കുന്നത് പുല്ല് അല്ലേ, ഗ്രാസാണ്. കാക്ക ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ്, അതുപോലെ ഗ്രെയിൻസ്. പിന്നെ ആന ലീഫ്, ഷുഗർ കെയിൻ, പാം ലീഫ് അല്ലേ, ഇല, കരിമ്പ്, പനയോല. അടുത്തത് അണ്ണാൻ എന്താ കഴിക്കുന്നത്? സീഡ്സും ഫ്രൂട്ട്സും. പിന്നെ കോഴി എന്താണ് കഴിക്കുന്നത്? ലീഫ്, മീറ്റ്, ഫിഷ്, ഗ്രെയിൻ, അതായത് ഇല, മാംസം, മത്സ്യം, ധാന്യങ്ങൾ. പിന്നെ പരുന്ത്, ഈഗിൾ എന്താണ് കഴിക്കുന്നത്? മീറ്റ്, മാംസം അല്ലേ. പൊന്മാൻ എന്താ കഴിക്കുന്നത്? ഫിഷ്, മത്സ്യം. തവള കഴിക്കുന്നത് എന്താണ്?
സ്മോൾ ഫ്ലൈസ് ചെറു ജീവികൾ അല്ലേ, ചെറു പ്രാണികളും ഗ്രാസ് ഹോപ്പർ പുൽച്ചാടിയെയും കഴിക്കും. പിന്നെ നമുക്ക് എന്തെഴുതാം? ലയൺ അഥവാ സിംഹം മീറ്റ് അല്ലേ, മാംസമാണ്. പിന്നെ കടുവ അഥവാ ടൈഗർ മാംസം മീറ്റ് തന്നെയാണ്. പിന്നെ അവിടെ താഴെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ഏതൊക്കെ ജീവികളാണ് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നത്? കൗ, എലിഫന്റ്, സ്ക്യുരൽ അല്ലേ, പശു, ആന, അണ്ണാൻ. അടുത്തത് ഏതാണ്? മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവികൾ ഏതെല്ലാം? ഈഗിൾ, കിങ്ഫിഷർ, ലയൺ, ടൈഗർ അല്ലേ, അതായത് പരുന്ത്, പൊന്മാൻ, സിംഹം, കടുവ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികളുണ്ടോ? ഏതെല്ലാം? ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ക്രോ, ഹെൻ, ഫ്രോഗ് അല്ലേ, കാക്ക, കോഴി, തവള പോലുള്ളവ. സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ എന്ത് വിളിക്കും? സസ്യാഹാരികൾ അഥവാ ഹെർബിവോഴ്സ് എന്ന് വിളിക്കും. പിന്നെയോ മാംസം മാത്രം ആഹാരമാക്കുന്നവയെ എന്താണ് വിളിക്കുന്നത്? മാംസാഹാരികൾ അഥവാ കാർണിവോഴ്സ്. പിന്നെ രണ്ടും സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയാണ് മിശ്രാഹാരികൾ. അവയെ നമുക്ക് ഓംനിവോഴ്സ് അല്ലേ, മിശ്രാഹാരികൾ എന്ന് വിളിക്കാം. പിന്നെ താഴെ നൽകിയ ജീവികളുടെ ചിത്രത്തിന് സമീപത്തുള്ള വട്ടത്തിൽ സൂചനകൾക്കനുസരിച്ച് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാർണിവോഴ്സ് മാംസാഹാരികളാണെങ്കിൽ യെല്ലോ, ഓംനിവോഴ്സ് അതായത് മിശ്രാഹാരികളാണെങ്കിൽ പച്ച, പിന്നെ ഹെർബിവോഴ്സ് ആണെങ്കിൽ സസ്യാഹാരികളാണെങ്കിൽ ചുവപ്പ്. അപ്പോൾ ഒന്നാമത്തേത് പശു അല്ലേ, കൗ, അതെന്താണ്? സസ്യാഹാരികളാണ് അല്ലേ, സസ്യം മാത്രമേ കഴിക്കുള്ളൂ, ഹെർബിവോഴ്സ്. അപ്പം നമുക്ക് ഒന്നാമത്തേതിൽ റെഡ് കൊടുക്കാം. അടുത്തത് ഡീർ, മാന്, അതും സസ്യാഹാരികൾ തന്നെയാണ്. അപ്പം നമുക്ക് റെഡ് കൊടുക്കാം. പിന്നെ കോഴി എന്താണ്? മിശ്രാഹാരികളാണ് അല്ലേ, അപ്പം ഗ്രീൻ കൊടുക്കാം. പിന്നെ ടൈഗർ, കടുവ എന്താണ്? മാംസാഹാരികളാണ്, അപ്പോൾ യെല്ലോ കൊടുക്കാം. പിന്നെ ഫ്രോഗ് മാംസവും കഴിക്കും ഇലയും കഴിക്കില്ല, അപ്പോൾ മിശ്രാഹാരികളാണ്, പച്ച കൊടുക്കാം. പിന്നെ ഒരു ഈച്ച ഉണ്ട് അല്ലേ, അപ്പോൾ അതെന്താണ് കഴിക്കുന്നത്? സസ്യാഹാരികളാണ് അല്ലേ. പിന്നെ ഒരു പോത്തുണ്ട്, അതെന്താണ്? അത് കഴിക്കുന്നതും സസ്യാഹാരിയാണ്, സസ്യം മാത്രമാണ്. പിന്നെ ബട്ടർഫ്ലൈസ് ആയാലും ഇലകളാണ് അല്ലേ കഴിക്കുക, സസ്യാഹാരികളാണ്. പിന്നെ ഒരു എലിയുണ്ട്, എലിയും എന്താണ്? സസ്യാഹാരിയാണ് അല്ലേ. പിന്നെയോ പല്ലി, ലിസാർഡ്, അതെന്താണ്? ഒരു മാംസാഹാരിയാണ് അല്ലേ. കൂടുതൽ ജീവികളുടെ പേരുകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സസ്യാഹാരികൾ, മാംസാഹാരികൾ, മിശ്രാഹാരികൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ എഴുതണം. ഒന്നാമത്തെ സസ്യാഹാരികൾ എന്നുള്ള കള്ളിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാംസാഹാരികൾ, നെക്സ്റ്റ് മിശ്രാഹാരികൾ. നെക്സ്റ്റ് ഈ പേജിൽ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ചിത്രങ്ങൾ? നോക്കൂ. ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായകമാകുന്നത്? എങ്ങനെ? ഒന്നാമത്തേതാരാണ്? താറാവ്. രണ്ടാമത്തത് പരുന്ത്. മൂന്നാമത്തേതാരാണ്? തവള. നാലാമത്തത് സിംഹം. അപ്പോൾ ഏത് ഭാഗമാണ് ഇരയെ പിടിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് എഴുതാം. ഒന്നാമത്തെ താറാവ് ബീക്ക് കൊണ്ടാണ് അല്ലേ, ചുണ്ട് കൊണ്ടാണ്. പരുന്തോ ബീക്ക്, ലെഗ്സ്, നെയില്, ചുണ്ട്, കാലുകൾ, നഖം. തവളയാണെങ്കിലോ ടങ്, നാവ് കൊണ്ടാണ് അല്ലേ. സിംഹമാണെങ്കിൽ ടീത്തും നെയിലും ഉപയോഗിച്ചാണ്, പല്ലുകളും നഖങ്ങളും. മാംസാഹാരികൾ കൂർത്ത നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു. മാംസാഹാരികൾ അല്ലേ, പിന്നെ മൃഗങ്ങളൊക്കെ വേട്ടയാടുന്ന വലിയ മൃഗങ്ങൾ എന്താണ്? കൂർത്ത നഖങ്ങളാണ് ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നത്. മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ചിട്ടും ഇരയെ കടിച്ചു കീറുകയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? മാംസാഹാരികൾ നഖങ്ങൾ കൊണ്ടും പല്ലുകളും ഉപയോഗിച്ചാണ് അല്ലേ. മാംസാഹാരികളായ പക്ഷികൾക്കാണെങ്കിലോ തങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകളാണ്. പിന്നെ ഇരയെ കൊത്തിയെടുത്ത് ആഹാരമാക്കാൻ കഴിയും. ബലമേറിയ കാലുകളും കൂർത്തു വളഞ്ഞ നഖങ്ങളും ഇവയെ ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നു. എന്തൊക്കെയാണ് മാംസാഹാരികൾക്ക് സഹായിക്കുന്നത്?
മൃഗങ്ങളാണെങ്കിൽ എന്താണ്? നഖങ്ങളും പല്ലുകളും. അത് പക്ഷികളാണെങ്കിൽ പിന്നെ കൂർത്ത ബലമുള്ളതുമായിട്ടുള്ള ചുണ്ടുകളുണ്ട്. പിന്നെയോ ബലമേറിയ കാലുകളും കൂർത്തു വളഞ്ഞ നഖങ്ങളും അല്ലേ. സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയാണ് സസ്യാഹാരികളായ ജീവികളുടെ പല്ലുകൾക്കുള്ളത്. അടുത്തത് പലരൂപം ഒരു ജീവിതം. മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നു. ചെടിയിൽ കുറേ ഇളം മഞ്ഞ മുത്തുകൾ. മിത്ര അമ്മയെ വിളിച്ചു. അമ്മ ഇലകൾ നോക്കി. ഇത് ചിത്രശലഭത്തിൻ്റെ മുട്ടയാ മോളെ. മുട്ടയിൽ നിന്ന് പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുന്നതിനായി അവൾ കാത്തിരുന്നു അല്ലേ. അമ്മ പറയാണ് ഇത് ചിത്രശലഭത്തിൻ്റെ മുട്ടയാണ് എന്ന്. അപ്പോൾ മുട്ടയിൽ നിന്നും പൂമ്പാറ്റ വരുന്നത് നോക്കി അവൾ നിൽക്കുകയാണ്. പക്ഷേ അവൾ കണ്ടത് പുഴുക്കളെയാണ് അല്ലേ. ആ മുട്ടയിൽ നിന്നും വരുന്നത് എന്താണ്? പുഴുക്കളാണ് വരുന്നത്. ഈ മുട്ടകൾ പൂമ്പാറ്റയുടേതല്ല അമ്മേ. മോളെ, ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത്. ഇവയെ ലാർവ എന്നാണ് പറയുന്നതെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. മിത്രക്ക് കൗതുകമായി. തുടർന്നുള്ള ദിവസങ്ങളിൽ പുഴുവിനുണ്ടായ മാറ്റങ്ങൾ അവൾ ക്യാമറയിൽ പകർത്തി. ഇവിടെ താഴെ ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം നിരീക്ഷിക്കൂ. ഓരോ ഘട്ടത്തിൻ്റെയും പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതൂ. പ്രത്യേകതകൾ പരിസര പഠന പുസ്തകത്തിലും എഴുതണേ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് പ്യൂപ്പ, ലാർവ എന്നിങ്ങനെ ഓരോ ബോക്സിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി 2 ബോക്സും കൂടെ വേണം. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അത് മുട്ടയാണെന്നല്ലേ. അതെന്താവുന്നു? ലാർവയാകുന്നു. പിന്നെ പ്യൂപ്പയാകുന്നു. അവസാനം ബട്ടർഫ്ലൈ അല്ലേ, പൂമ്പാറ്റയാവുകയാണ്. കറിവേപ്പിൻ്റെയും മറ്റും ഇലകളുടെ അടിയിൽ നിരീക്ഷിച്ചാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശലഭമുട്ടകൾ കണ്ടെത്താൻ കഴിയും. അപ്പം നിങ്ങളൊന്ന് പോയി നോക്കുക കേട്ടോ. പിന്നെ ഈ പൂമ്പാറ്റയ്ക്ക് നിറം നൽകാൻ മറക്കരുതേ. ഇവിടെ 2 പൂമ്പാറ്റകളെ തന്നിട്ടുണ്ട് അല്ലേ. ഈ പൂമ്പാറ്റകളിലെ നോക്കൂ, 2 ചിറകുകളിലെയും നിറവിന്യാസം ഒരുപോലെയല്ലേ. നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റയ്ക്കോ അല്ലേ ഏത് നിറാണ് കൊടുത്തത്? എല്ലാ പൂമ്പാറ്റകളുടെയും ചിറകുകളും ഒരുപോലെയാണോ? നിങ്ങളുടെ പരിസരത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ എല്ലാ പൂമ്പാറ്റകളുടെയും ചിറകുകൾ ഒരുപോലെയാണോ? അല്ല അല്ലേ. പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിനും പേരുകൾ നൽകിയിട്ടുണ്ട്. ഓരോ പൂമ്പാറ്റകൾക്കും വ്യത്യസ്ത പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു കുട്ടി ചോദിക്കുകയാണ് പൂമ്പാറ്റകൾക്കും പേരോ എന്ന്. കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭവും ചെറുത് രത്നനീലിയുമാണ് അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ്? ഗരുഡശലഭം. ഏറ്റവും ചെറുത് ഏതാണ്? രത്നനീലി അല്ലേ. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ് അല്ലേ. അപ്പോൾ 3 പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില പൂമ്പാറ്റകളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഒന്നാമത്തത് ആരാണ്? തിച്ചിറകൻ. അടുത്തത് നാട്ടുകോമാളി, നീലക്കടുവ, ചക്കരശലഭം, പുള്ളിക്കുറുമ്പൻ, നാരകക്കാളി അല്ലേ. പൂമ്പാറ്റകൾ 2 തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഏതിനൊക്കെയാണ്? മുട്ടയിടാനും ആഹാരത്തിനും. നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളാണ്. ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയവയുടെ പൂക്കളിൽ നിന്നാണ്. വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ കൃഷ്ണകിരീടം കുലുക്കി കറിവേപ്പ്, നാരകം, അരളി തുടങ്ങി ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കൂ. എന്തെല്ലാം അല്ലേ ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിലെത്തുന്നതെന്ന് നിരീക്ഷിക്കൂ. അത് നിങ്ങൾ നോക്കുക കേട്ടോ. എത്രമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവ എവിടെയെല്ലാം വസിക്കുന്നു? കാട്, കുളം, പുഴ, അതായത് ഫോറസ്റ്റ്, പോണ്ട്, റിവർ. പിന്നെ എവിടെയെല്ലാണ്? ഫീൽഡ്, വയലാണ് അല്ലേ. പിന്നെ സീ, കടൽ, ഗാർഡൻ, പൂന്തോട്ടം എന്നിവ എഴുതാം. ഇവ ഇല്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം നഷ്ടപ്പെടും. ഈ ജീവികളെ ആശ്രയിക്കുന്ന മറ്റ് ജീവജാലങ്ങളിൽ വിപുലീകരണം സംഭവിക്കും. അതായത് we will lose the beauty of our nature. Extinction will occur in other organisms that depends on these organisms.
ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ. ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. പിന്നെ എന്തെഴുതാം? മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, കൂടുതൽ മരങ്ങൾ നടുക, വയലുകൾ, കുന്നുകൾ, കുളങ്ങൾ, നദികൾ എന്നിവ നശിപ്പിക്കരുത്. അതായത് ഡു നോട്ട് കട്ട് ട്രീസ്, പ്ലാന്റ് മോർ ട്രീസ്, ഡു നോട്ട് ഡിസ്ട്രോയ് ഫീൽഡ്സ്, ഹിൽസ്, പോൺസ്, റിവേഴ്സ്. നെക്സ്റ്റ്, വിലയിരുത്താം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തൻ്റെ വീട്ടിലെ വളർത്തുജീവികളായ പൂച്ചയുടെയും ആടിൻ്റെയും ആഹാര രീതികളും ശാരീരിക സവിശേഷതകളും നിരീക്ഷിച്ച് പട്ടികയിൽ രേഖപ്പെടുത്തുകയാണ് മീനു. കൂടുതൽ വിവരങ്ങൾ പട്ടികയിൽ ചേർക്കൂ. പൂച്ചയും ആടും തമ്മിലുള്ളതാണ്. പൂച്ച മാംസാഹാരം കഴിക്കുന്നു, കാലിൽ കൂർത്ത നഖങ്ങളുണ്ട്. ആടാണെങ്കിലോ സസ്യാഹാരമാണ് കഴിക്കുന്നത്, കാലിൽ കൂർത്ത നഖങ്ങൾ ഇല്ല ആടിന് അല്ലേ. പൂച്ചക്ക് ഹാസ് ഷാർപ്പ് ടീത്ത് അല്ലേ, ഷാർപ്പായിട്ടുള്ള പല്ലുകളുണ്ട്. ക്യാൻ സീ ഇവൻ ഇൻ ഡാർക്ക്, രാത്രി കാലങ്ങളിൽ കാണാൻ കഴിയും. പിന്നെ ആടിനോ ടീത്ത് ആർ ഫീച്ചേർഡ് ടു ച്യൂയിങ് അല്ലേ, ചവയ്ക്കാൻ പറ്റിയ രീതിയിലാണ് പല്ലുകൾ ഉണ്ടാവുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കടൽ ജീവികളെ കണ്ടെത്തി എഴുതൂ. അപ്പോൾ ഏതൊക്കെയാണ്? ഒക്ടോപ്പസ്, ഡോൾഫിൻ, സ്റ്റാർഫിഷ്, പ്രോൺസ്, സീഹോഴ്സ്. ആഹാര രീതിയുടെ സവിശേഷതകൾ അനുസരിച്ച് താറാവ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഒംനിവോഴ്സ് അഥവാ മിശ്രഹാരികൾ. അതായത് മീറ്റും പ്ലാന്റ്സും കഴിക്കും. താറാവും പരുന്തിനെ പോലെയുള്ള ഇരപിടിയനായിരുന്നുവെങ്കിൽ അതിന് എന്തെല്ലാം ശാരീരിക സവിശേഷതകളായിരിക്കും ഉണ്ടാവുക? വരച്ചു ചേർക്കൂ. എന്തെല്ലാം വരച്ചു ചേർക്കണം? ഇറ്റ് വിൽ ഹാവ് ഷാർപ്പ് ബീക്ക്, കൂർത്ത കൊക്കുകൾ. പിന്നെയോ ഇറ്റ് വിൽ ഹാവ് സ്ട്രോങ് ലെഗ്സ് അല്ലേ, ശക്തിയേറിയ കാലുകൾ. പിന്നെ ഇറ്റ് വിൽ ഹാവ് ഷാർപ്പ് നെയിൽസ്, കൂർത്ത നഖങ്ങൾ. ഇത്രയൊക്കെ ഉണ്ടാവൂലേ. നമുക്ക് പരുന്തിനെ പോലെ ഇര പിടിക്കാനുള്ള ഒരു പക്ഷിയാണെങ്കിൽ. ഈ ഒരു പാഠഭാഗം ഇവിടെ വെച്ച് കഴിയാണ്. മക്കൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മക്കളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ.